ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തൈര് വെച്ച് ഒരു സൈഡ് ഡിഷാണ് ഇട്ടാ റെഡിയാക്കാൻ പോണേ. വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ സൈഡ് ഡിഷ് മാത്രം മതി ഇട്ടാ ഊണ് കഴിക്കാനായിട്ട്. 4 ചുവന്ന മുളക് എടുത്ത് 1/2 കപ്പ് തൈരിൽ കുതിർത്തി വെച്ചേക്കണതാണ് ഇട്ടാ. കുതിർത്തുമ്പോൾ ചുവന്ന മുളകിൻ്റെ അരി കളഞ്ഞിട്ടാണ് കുതിർത്തിയേക്കണേ. നിങ്ങൾ എരിവ് അനുസരിച്ച് മുളക് എടുത്തോളൂ. ഇത് നമുക്ക് മാറ്റി വെക്കാം. പാനിലേക്ക് 1/2 ടീസ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട്. മല്ലി ഒന്ന് റോസ്റ്റ് ആവട്ടെ. മല്ലി റോസ്റ്റ് ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇതും ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. മല്ലി ജീരകം റോസ്റ്റായി ഇത് ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പില, 2 വെളുത്തുള്ളി, ഈ ഡിഷിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ മാറ്റി വെച്ച തൈരിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതും ജാറിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഷ് റെഡിയാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂണിൽ കുറവ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂണിലും കുറവ് ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി നീളനെ മുറിച്ചത്, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ അരച്ച പേസ്റ്റ് ചേർക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 3 മിനിറ്റ് കറി കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ കറി നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് 5 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. അതുപോലെ വീട്ടിൽ നല്ല പുളിച്ച തൈര് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തൈര് കളയണ്ട, ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ നമുക്ക് 1 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ കുറേ ദിവസം സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തിടുമ്പോൾ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ആ ഉള്ളി മാത്രം ഒഴിവാക്കിയിട്ട് ഇതേ രീതിയിൽ റെഡിയാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.